ഹായ് ഫ്രണ്ട്സ്, ഇന്നുള്ളതൊരു ഓട്ടോമാറ്റിക് കാറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എടുത്ത വണ്ടി ഓട്ടോമാറ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ വരുന്ന സമയങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക് തന്നെ ആയിരിക്കും കൂടുതൽ വണ്ടി. പെട്രോൾ വേണ്ട, പിന്നെ അത് ഓടിക്കാനായിട്ട് ഇച്ചിരി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോഴും നിരത്തിലിറങ്ങുന്ന കൂടുതൽ വണ്ടികളും ഓട്ടോമാറ്റിക് വണ്ടികൾ തന്നെയാണ്. ലൈസൻസുള്ള ലേഡീസിന് ഉപയോഗിക്കാനും ഏറ്റവും ഉചിതമായത് കാറും ഓട്ടോമാറ്റിക് തന്നെയാണ്. ചെറിയ വ്യത്യാസമുണ്ട് വണ്ടി ഓടിക്കുന്നതിൽ. അതിലാകുമ്പോൾ നമ്മുടെ പഴയ യൂസ് ചെയ്യുന്ന വണ്ടിയിലാകുമ്പം ഗിയറൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതിന് ഗിയറില്ല. ഗിയറിന് പകരമായിട്ട് ഓരോരോ കമ്പനികൾ എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയർ ഇറക്കും, അതനുസരിച്ച് ഇറക്കും. പക്ഷേ ഈ വണ്ടിയിൽ, ഞങ്ങൾ എടുത്ത വണ്ടിയിൽ ഗിയറിന് പകരമായിട്ട് ഇതാണ്. ഗിയറിലിരിക്കുന്ന ഭാഗമൊക്കെ ബ്ലാങ്കാണ്. അതിന് അവിടെ ഹാൻഡ് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ വണ്ടിക്ക് ഗിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത് ഈ ഒരു സംഗതി മാത്രമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് സീറ്റിനവിടെ കുറേ സ്ഥലം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഗിയറില്ല. അപ്പോൾ ഇതിൻ്റെ ഗിയർ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിൻ്റെ ഗിയർ ഇതാണ്. ഒന്ന് റൗണ്ട് ചെയ്താൽ മാത്രം മതി. 3 ഓപ്ഷനാണ്. ഇത് ആ റെഡ് എഴുതിയേക്കുന്നില്ല, റെഡിൻ്റെ അവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഡ്രൈവിങ്ങിലാണ് കിടക്കുന്നത്, ഡി. ഇത് ന്യൂട്രൽ, ഇത് റിവേഴ്സ്. ഈ 3 ഓപ്ഷനേ ഉള്ളൂ ഇപ്പോൾ ഇതിനകത്ത്. ബാക്കി വരുന്ന എല്ലാ സിസ്റ്റങ്ങളും സെയിമാണ്. AC ഉണ്ട്, ബാക്കി എല്ലാ സിസ്റ്റവും സെയിമാണ്. ഈ ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് ചേഞ്ചായിട്ട് വരുന്നത്. പിന്നെ വരുന്നത്, നമുക്കിതിനകത്ത് ക്ലച്ചില്ല. അപ്പോൾ ഈ ഇടത്ത് നമ്മുടെ ഈ ലെഫ്റ്റ് കാലിന് യാതൊരു ഉപയോഗവുമില്ല. അതിങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചിരുന്ന വെച്ചാൽ മതി. അപ്പോൾ ഇതിലുള്ളത് ആ ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സാധാരണ ഗിയറുള്ള വണ്ടിയിൽ ഉപയോഗിക്കുന്ന കണക്ക് തന്നെ ആ ലെഫ്റ്റ് കാല് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് ക്ലച്ചിന് മാത്രമാണ്, അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതില്ലല്ലോ. അപ്പോൾ നമ്മളെങ്ങനെ പഴയ കാറിലെങ്ങനെ ഉപയോഗിക്കുന്നു, റൈറ്റ്, നമ്മുടെ വലത് കാല് മാത്രമേ ഉള്ളൂ. ആക്സിലേറ്ററിനും ബ്രേക്കിനും വലത് കാല് മാത്രം ഉപയോഗിക്കുന്നു. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഇടത് കാല് ചുമ്മാ ഇരിക്കുമല്ലേ, അതുകൊണ്ട് ബ്രേക്ക് ചവിട്ടിക്കൂടെ എന്ന്. ഒരിക്കലും അങ്ങനെ ചവിട്ടിക്കൂടാ. റൈറ്റ് കാലുകൊണ്ട് തന്നെയാണ്, വലത് കാലുകൊണ്ട് തന്നെയാണ് ബ്രേക്കും ആക്സിലേറ്ററും ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നമ്മുടെ ഈ വെറുതെ ഇരിക്കുന്ന ഇടത് കാല് കൊണ്ട് ബ്രേക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ല, ഇത് ഡിയിലാണ് കിടക്കുന്നത്, ഡ്രൈവിങ്. നമ്മളെപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അപ്പോൾ ബ്രേക്ക് ആദ്യം ന്യൂട്രലിടണം, എന്നിലിട്ടിട്ട് ബ്രേക്ക് ചവിട്ടണം. ബ്രേക്ക് ചവിട്ടിയിട്ട് മാത്രമേ ഇത് സ്റ്റാർട്ട് ആവത്തുള്ളൂ. നമ്മളാദ്യം ഇതിനകത്ത് എന്നിലിടുന്നു, ബ്രേക്ക് ചവിട്ടുന്നു, ബ്രേക്ക് ചവിട്ടി ചാവിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്കിൽ എന്നിലിട്ടാൽ മാത്രമേ ഇത് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ കാർ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂവ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മളത് ഓക്കെ, കാറ് സ്റ്റാർട്ടായി. ഇനി മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പഴയ വണ്ടിക്ക് എന്താ, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഇട്ട് ക്ലച്ച് അയച്ചു കൊടുക്കുന്നു, വണ്ടി മൂവ് ചെയ്യുന്നു. പക്ഷേ ഇതിൽ നേരെ തിരിച്ചാണ്. ഇതിൽ നമ്മളിപ്പോൾ ഈ ന്യൂട്രലാണ് കിടക്കുന്നത്. നമ്മൾ ഇതിന് ഡിയിലേക്ക് കൊണ്ടുവരണം, ഡ്രൈവിംഗ് പൊസിഷൻ കൊണ്ടുവന്നിട്ട് പതുക്കെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിലേക്ക് കൊടുക്കുന്നു. വണ്ടി നമ്മൾ സ്കൂട്ടി എങ്ങനെ ഉപയോഗിക്കുന്നു അതേ രീതിയിൽ വണ്ടി മൂവ് ആവും. നമ്മൾ പലപ്പോഴും മറ്റേ ഗിയറുള്ള വണ്ടി ഓടിച്ച് ശീലിച്ചവർക്ക് ഓട്ടോമാറ്റിക് വണ്ടി കയ്യിൽ കിട്ടുമ്പോഴൊരു 2, 3, 4 കിലോമീറ്റർ വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ചിലപ്പോഴൊക്കെ ഇടത്ത് കൈ ഗിയറിലേക്ക് പോകും, ചിലപ്പോൾ എവിടെയെങ്കിലും വണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടാനായിട്ട് പോകും. ആ ഒരു ശീലം ഉണ്ടാവും. പക്ഷെ ഒരു 2, 3, 5 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പം ഇതിൻ്റെ ആ ശീലത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും വണ്ടി എവിടെയെങ്കിലും ട്രാഫിക്കിൽ പെട്ടുപോയി, ഒരു കയറ്റത്ത് വണ്ടി നിന്നിട്ട് വീണ്ടും എടുക്കണമെങ്കിൽ നമ്മൾ പഴയ വണ്ടിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്ലച്ച് താങ്ങി പതുക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനെ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്
കുറച്ചൊക്കെ ബാലൻസ് ഉള്ളവർക്ക് ആ ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുന്നവർക്കുണ്ടാവും. പക്ഷേ ബാക്കിൽ വണ്ടി കിടപ്പുണ്ടാവും. പക്ഷേ അതൊരു മിസ്റ്റേക്ക് സംഭവിക്കാൻ വഴിയുണ്ട്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്, അങ്ങനെ വണ്ടി നിൽക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുന്നു. ഫുൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നു. ഹാൻഡ് ബ്രേക്കിൽ കൈ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ ആക്സിലേറ്ററിൽ പമ്പ് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്നു. ചെറുകെ അമർത്തി കൊടുക്കുമ്പോൾ ഒരു മുന്നോട്ട് പിടുത്തം വരുമ്പം ഹാൻഡ് ബ്രേക്ക് പതുക്കെ നയിച്ചു കൊടുക്കുക. വണ്ടി മുന്നോട്ട് തന്നെ പോകും. ഒരു കാരണവശാലും വണ്ടി പുറമോട്ട് പോകരുത്. പുറമോട്ട് പോയാൽ ഹാൻഡ് ബ്രേക്ക് വീണ്ടും പിടിക്കണം. പിന്നെ ഈ ഓട്ടോമാറ്റിക് വണ്ടിയിലെ യാത്രയൊക്കെ സുഖമാണ്. പിന്നെ ഇതിൻ്റെ മൈലേജിൻ്റെ അതിനെപ്പറ്റി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. മൈലേജ്, ഇതിൻ്റെ ഡ്രൈവിങ്, അതിനെപ്പറ്റി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നമസ്കാരം.